ഫ്രണ്ട്സ്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് നമ്മുടെ ഓർഗാനിക്കിലെ തന്നെ തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഹാലോ ആൽക്കിൻസ് ആൻഡ് ഹാലോ അറീൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്കറിയാം നമ്മുടെ +2 ചാപ്റ്റേഴ്സ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് എന്ത്? ഹാലോ ആൽക്കിൻസ് ഹാലോ അറീൻസ്. നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി പഠിച്ച് പിന്നെ ആൽക്കീനോ അരോമാറ്റിക് കോമ്പൗണ്ട്സിലൂടെ ഒക്കെ കടന്നു പോയിട്ട് പിന്നെ നമ്മൾ എന്ത് പഠിക്കുന്നു? ഒരു ഹൈഡ്രജൻ പോയിട്ട് ഒരു ഹാലജൻ ഗ്രൂപ്പ് വന്നാൽ, ആൽക്കെയിൻസിൽ ഒരു ഹാലജൻ ഗ്രൂപ്പ് വന്നാൽ എങ്ങനെയാണ്, അതുപോലെ അറീൻസിൽ ഒരു ഹൈഡ്രജൻ പോയിട്ട് ഒരു ഹാലജൻ ഗ്രൂപ്പ് വന്നാൽ എങ്ങനെയാണ്, പിന്നെ അവരുടെ പ്രോപ്പർട്ടീസ്, അവരുടെ പ്രിപ്പറേഷൻ, ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. Question number 1. Is a given compound phenyl CH double bond CH hyphen CHX CH2 CH3 is an example of. ഈ ഒരു കോമ്പൗണ്ട് എന്തിന്റെ എക്സാമ്പിൾ ആണെന്ന ക്വസ്റ്റ്യൻ. നമുക്ക് ഈ കോമ്പൗണ്ട് നോക്കുമ്പോൾ മനസ്സിലാവും, ഇവിടെ ഈ ഹാലജൻ എന്ന് പറയുന്ന ഗ്രൂപ്പ്, ഹാലജൻ അല്ലേ എക്സ്, ഹാലജൻ എന്തിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു sp3 കാർബണിലാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അല്ലെ. ആ sp3 കാർബൺ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഡബിൾ ബോണ്ട് കാർബൺ, അതായത് ഒരു കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിന് അഡ്ജസന്റ് ആയിട്ടുള്ള എന്താണ് ഒരു sp3 കാർബണിലാണ് ആരാ വന്ന് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്? നമ്മുടെ ഹാലജൻ വന്ന് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അറ്റാച്ച് ചെയ്യണമെങ്കിൽ ആ കോമ്പൗണ്ട്സിനെ വിളിച്ച പേര് എന്തായിരുന്നടാ? അലീലിക് കോമ്പൗണ്ട്സ്, അലൈലിക് കോമ്പൗണ്ട്സ് എന്നല്ലേ നമ്മൾ വിളിച്ചത്? അതെ. അപ്പൊ ഈ ഒരു കോമ്പൗണ്ട് തന്നിട്ടുള്ള ഈ കോമ്പൗണ്ട് എന്തിന് എക്സാമ്പിൾ ആവും? അലൈലിക്, ഇവിടെ ഹാലൈഡ് ആണ്, അലൈലിക് ഹാലൈഡിന് എക്സാമ്പിൾ ആവും. ആവത്തില്ലേ? അപ്പൊ ആൻസർ ഏത് വരും? ഓപ്ഷൻ എ is the right answer. Next question. Question number 2. The correct sequence of bond enthalpy of CX bond is. തന്നിട്ടുള്ളതില് CX ബോണ്ടിന്റെ കറക്റ്റ് സീക്വൻസ്, ഈ CX ന്റെ ബോണ്ട് എന്താൽപ്പിയുടെ കറക്റ്റ് സീക്വൻസ് എന്തായിരിക്കും എന്നാ, അതായത് എക്സിന്റെ സ്ഥാനത്ത് ഒരു ഹാലജൻസ്, ഓരോ ഹാലജൻ വന്നാൽ ഈ ബോണ്ട് എന്താൽപ്പിയുടെ കറക്റ്റ് സീക്വൻസ് എങ്ങനെ വരുമെന്ന ക്വസ്റ്റ്യൻ. എങ്ങനെ വരുമെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളേ? നമുക്കറിയാം CH3F is greater than, ബോണ്ട് എന്താൽപ്പി ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ? മീഥൈൽ ഫ്ലൂറൈഡിനായിരിക്കും അല്ലെ. അത് കഴിഞ്ഞിട്ട് ആര് വരും? CH3Cl വരും. അത് കഴിഞ്ഞിട്ട് CH3 ബ്രോമോ മീഥേൻ വരും. പിന്നെ ആര് വരുള്ളൂ? അയഡോ മീഥേൻ വരും, അല്ലെങ്കിൽ മീഥൈൽ അയഡൈഡ് വരുള്ളൂ. ഇതായിരിക്കും എന്ത്? കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത്. ആയിരിക്കത്തില്ലേ? ആയിരിക്കും. അപ്പൊ ആൻസർ ഏത് വരുവാടാ പറഞ്ഞേ? ഓപ്ഷൻ ഏതായിരിക്കും ആൻസർ വരുന്നത്? CH3F is greater than, CH3Cl greater than, CH3Br greater than, CH3I. Option C is the right answer. Okay അല്ലേ? Okay. Next question. Question number 3. The reaction of C6H5CH double bond CH CH3 with HBr produces. ആദ്യം നമുക്ക് ഈ കോമ്പൗണ്ട് ഒന്ന് വരച്ചു നോക്കാം. ആ കോമ്പൗണ്ട് നമ്മൾ എങ്ങനെ വരയ്ക്കും? ആദ്യം C6H5 നമ്മൾ വരയ്ക്കും. അതിന്റെ മണ്ടയിൽ എന്തുണ്ട്? CH ഡബിൾ ബോണ്ട് CH3, ഇതല്ലേ ആ കോമ്പൗണ്ട്? അത് ഇതിന്റെ അകത്തോട്ട് എന്ത് ആഡ് ചെയ്യുവാണ്? HBr, ഹൈഡ്രജൻ ബ്രോമൈഡ് ആഡ് ചെയ്യണം. ഹൈഡ്രജൻ ബ്രോമൈഡ് ആഡ് ചെയ്യുമ്പോൾ എന്തോ നമ്മുടെ സേഴ്സഫ് റൂൾ വെച്ച് നമുക്ക് പറയാം, ഇതിന്റെ അകത്ത് ഈ ബ്രോമിൻ എവിടെ ചെല്ലുള്ളതാ? ഇവിടെ ചെല്ലും അല്ലെ. കാർബൺ വിത്ത് ലെസ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ത് ചെല്ലും? ബ്രോമിൻ ചെല്ലും. എന്നിട്ട് ഈ ഹൈഡ്രജൻ എവിടെ ചെല്ലും? ഇവിടെയും ചെല്ലും. അതല്ലേ എന്ത് മാർക്ക് ഓഫ് നിക്കോസ് റൂൾ വെച്ച് പറയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് ബെൻസൈൽ എന്തെഴുതാം? CH, ഇവിടെ ആര് വരും? ബ്രോമിൻ വരും അല്ലെ. ബ്രോമിൻ, ഇങ്ങോട്ട് എന്തുണ്ട്? CH2, ഇവിടെ H വരും, CH2 CH3. ഇങ്ങനെയല്ലേ റിയാക്ഷൻ നടക്കുന്നത്? അതെ. അപ്പൊ നമ്മുടെ ഇതായിരിക്കും എന്ത്? പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. മേജർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഏതായിരിക്കും? ഇതായിരിക്കും. ഇനി ഇവിടെ പറ, ഇതിന്റെ അകത്ത് മേജർ പ്രൊഡക്റ്റ് ഇത് തന്നിട്ടുള്ള ഏതാണ്? ഇവിടെ ഇതിന് വരെ നമുക്ക് C6H5 എന്ന് എഴുതാം. അപ്പൊ C6H5 CH, അതിന്റെ കൂടെ എന്തുണ്ട്? Br ഉണ്ട്, പിന്നെ ആരുണ്ട്? CH2 CH3. ഇങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ C is the right answer. Clear അല്ലേ? Next question. Question number 4. In the replacement reaction ClMF CFMI, the reaction will be most favorable if M happens to be. ഇതിന്റെ അകത്ത് റിയാക്ഷൻ എപ്പോഴാണ് കൂടുതൽ ഫേവർ ആവുന്നതെന്നാ, എമ്മിന്റെ സ്ഥാനത്ത് ആര് വരുമ്പോഴാണ് ഈ റിയാക്ഷൻ കൂടുതൽ ഫേവർ ആവുന്നതെന്നാ ക്വസ്റ്റ്യൻ. ഇതെന്താണ്? ഈ ഒരു 3 ബോണ്ട് ഒരു ക്ലോറിന് ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഇതിനെ എന്തെന്ന് വിളിക്കാം? നമുക്ക് ടെർഷ്യറി ഹാലൈഡ് എന്ന് പറഞ്ഞുകൂടി. ഇതെന്താണ്? ടെർഷ്യറി ഹാലൈഡിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ടെർഷ്യറി ഹാലൈഡ് എന്തുവാടാ കാണിക്കുന്നത്? ടെർഷ്യറി ഹാലൈഡ് എന്തോ മെക്കാനിസം കാണിക്കുന്നത്? SN1 മെക്കാനിസം ടെർഷ്യറി ഹാലൈഡ്സ് കാണിക്കുന്നത്. SN1 മെക്കാനിസം എന്ന് പറയുമ്പോൾ എന്താണ്? അത് അയോണിക് മെക്കാനിസം. എന്ത് മെക്കാനിസം ആണ്? അയോണിക് മെക്കാനിസം ആണ് അല്ലേ? അതെ. അപ്പൊ ഇവിടെ അയോണിക് മെക്കാനിസം ആകുമ്പോൾ ഈ ഒരു റിയാക്ഷനിൽ നെഗറ്റീവ് അയോൺ ആരെ അറ്റാക്ക് ചെയ്യും? നമ്മുടെ കാർബോ കാറ്റോണിനെ വന്ന് അറ്റാക്ക് ചെയ്യും. നെഗറ്റീവ് അയോൺ വിൽ അറ്റാക്ക് ഓൺ ദ കാർബോ കാറ്റോൺ. അപ്പൊ ഇവിടെ ഗ്രേറ്റർ ടെൻഡൻസി ഓഫ് അയണൈസേഷൻ ഉള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നത്? ഈ റിയാക്ഷൻ കൂടുതൽ ഫേവർ ചെയ്യുന്നത്. ഏറ്റവും, അതായത് അയണൈസേഷന്റെ ടെൻഡൻസി ഏറ്റവും കൂടുതലുള്ള ആളായിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ റിയാക്ഷൻ കൂടുതൽ ഫേവർ ചെയ്യുന്നത്. അയണൈസേഷന്റെ ടെൻഡൻസി കൂടുതലാവണമെങ്കിൽ അത് എന്ത് വേണം?
ഗ്രേറ്റർ അയോണിക് ക്യാരക്ടർ വേണം അല്ലെ. അതായത് ഈ MF ബോണ്ടിൽ ഗ്രേറ്റർ അയോണിക് ക്യാരക്ടർ വേണം. അങ്ങനെ MF ബോണ്ടിൽ ഗ്രേറ്റർ അയോണിക് ക്യാരക്ടർ വേണമെങ്കിൽ എമ്മിന്റെ സ്ഥാനത്ത് ആരാവണം? RBF ആവണം അല്ലെ. എമ്മിന്റെ സ്ഥാനത്ത് റുബീഡിയോ ആണെങ്കിലാണ് എന്ത് ഗ്രേറ്റർ അയോണിക് ക്യാരക്ടർ വരുന്നത്. അപ്പൊ ഇവിടെ ആൻസർ ഏത് വരും? ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലെ. ഇത് SN1 മെക്കാനിസം ആണ്. SN1 മെക്കാനിസം എന്ന് പറയുന്നത് എന്താണ്? അയോണിക് മെക്കാനിസം ആണ്. അപ്പം ഇവിടുത്തെ ഈ നെഗറ്റീവ് അയോൺ എന്ത് ചെയ്യും? കാർബോകാറ്റോണിൽ വന്ന് അറ്റാക്ക് ചെയ്യും. അങ്ങനെ അറ്റാക്ക് ചെയ്യണമെങ്കിൽ അതിന്റെ എന്താണ് അയണൈസേഷൻ ടെൻഡൻസി കൂടുതലായിരിക്കും. എങ്കിൽ അതിന്റെ അയോണിക് ക്യാരക്ടർ എന്തായിരിക്കണം? കൂടുതലായിരിക്കണം. MF ബോണ്ടിൽ അയോണിക് ക്യാരക്ടർ കൂടുമ്പോൾ ഏതിലാണ്? RBF വരുമ്പോഴാണ് എന്ത് അയോണിക് ക്യാരക്ടർ കൂടുന്നത്. അപ്പൊ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. അല്ലാതെ നമുക്ക് ചിന്തിക്കാം. അല്ലാതെ എങ്ങനെ ചിന്തിക്കാം? ഇവിടെ നമ്മളൊരു ഗ്രൂപ്പിന് താഴോട്ട് വരുന്നത് ഇതെല്ലാം തന്നിട്ടുള്ള എന്താ? ഫസ്റ്റ് ആൽക്കലി മെറ്റൽസ് അല്ലേ, അതായത് ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സ് ആണ്. അപ്പൊ ഒരു ഗ്രൂപ്പിന് താഴോട്ട് വരുമ്പോ എന്ത് ചെയ്യോടാ? ആറ്റത്തിന്റെ സൈസ് എന്ത് ചെയ്യും? കൂടി കൂടി വരും. ആറ്റത്തിന്റെ സൈസ് കൂടി കൂടി വരുമ്പോ അവിടുത്തെ ബോണ്ട് എന്താവും? വീക്കർ ആവും. അപ്പൊ പെട്ടെന്ന് എന്താ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നത് ആർക്കായിരിക്കും? RBFന് തന്നെ ആയിരിക്കും. കാരണം ബോണ്ട് വീക്കം പെട്ടെന്ന് തന്നെ RB എന്ത് ചെയ്യാൻ പറ്റും? ബ്രേക്ക് ചെയ്ത് പോകാനും പറ്റും. അങ്ങനെ നോക്കുമ്പോൾ RBF ആണ്. അപ്പൊ M ആരായിരിക്കണം? RB റുബീഡോ ആയിരിക്കണം. അപ്പൊ ആൻസർ ഏത് വരും? ഓപ്ഷൻ C is the right answer. Okay അല്ലേ? Next question. Question number 5. When chlorine is passed through propene at 400 degrees Celsius, which of the following is formed? എന്ത് ചെയ്യുന്നു? ക്ലോറിനെ പ്രൊപ്പീനിലൂടെ എന്ത് ചെയ്യുന്നു? കടത്തി വിടുന്നു. എത്ര ഡിഗ്രി സെൽഷ്യസിലാണ്? 400 ഡിഗ്രി സെൽഷ്യസിലാണ്. ഒരു പ്രൊപ്പീനിലോട്ട് ക്ലോറിൻ 400 ഡിഗ്രി സെൽഷ്യസിൽ കടത്തി വിടുക എന്ന് പറഞ്ഞാൽ ഹയർ ടെമ്പറേച്ചറിൽ കടത്തി വിടുകയാണ് അല്ലെ. ഹയർ ടെമ്പറേച്ചറിൽ കടത്തി വിട്ടാൽ അവിടെ എന്താ നടക്കുന്നത്? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് നടക്കുന്നത്. അപ്പൊ ആ റിയാക്ഷൻ എങ്ങനെ വരും? CH3 CH ഡബിൾ ബോണ്ട് CH2 ഇതാണ് എന്ത്? പ്രൊപ്പീൻ. ഇതിന്റെ അകത്തോട്ട് ക്ലോറിൻ 400 ഡിഗ്രി സെൽഷ്യസിൽ കടത്തി വിട്ടാൽ ഇവിടെ എന്ത് നടക്കും? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കും. എന്നിട്ട് എന്ത് ഫോം ചെയ്യും? ഈ ഒരു CH3 ഇവിടെ എന്ത് വന്ന് ഫോം ചെയ്യും? Cl വന്ന് ഫോം ചെയ്യും. അപ്പൊ ആൻസർ എന്ത് വരും? CH2 അതിന്റെ കൂടെ എന്ത് വരും? Cl വരും. പിന്നെ എന്തുണ്ട്? ബാക്കി CH ഡബിൾ ബോണ്ട് CH2. ഓക്കെ അല്ലേ. ഇവിടുത്തെ ഒരു H മാറിയിട്ട് എന്താ വരും? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടന്ന് Cl അവിടെ വന്ന് അറ്റാക്ക് ചെയ്യും. ഓക്കെ അല്ലേ. അപ്പൊ ഇതായിരിക്കും എന്ത് വരുന്നത്? ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ഇതിന്റെ അകത്ത് ഓപ്ഷനിൽ എന്താണ്? സ്ട്രക്ചർ അല്ല, പേരാ കൊടുത്തിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇതിന്റെ പേര് എങ്ങനെ വരും? നോക്കി. ഇവിടെ ഈ കാർബൺ അറ്റാച്ച് ചെയ്ത ഈ ക്ലോറിൻ അറ്റാച്ച് ചെയ്ത കാർബൺ എന്ന് പറയുന്നത് sp3 ആണ്. ആ sp3 എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു കാർബൺ ഡബിൾ ബോണ്ടിൽ വന്ന് അറ്റാച്ചും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് പറയാം? അലൈൽ ക്ലോറൈഡ് എന്ന് പറയാം. എന്ത് പറയാം മക്കളെ? അലൈൽ ക്ലോറൈഡ് എന്ന് പറയാം. അപ്പൊ ആൻസർ ഏത് വരും? Option B is the right answer. Next question. Question number 6. Which of the following is suitable to synthesis chlorobenzene? ഇതിന്റെ അത് ക്ലോറോബെൻസീൻ സിന്തസിസ് ചെയ്യാൻ പറ്റുന്ന suitable method ഏതാണ്? ക്വസ്റ്റ്യൻ. നമ്മുടെ ഓപ്ഷൻ എ തന്നെ ആദ്യം നോക്കാം. ഓപ്ഷൻ എ നോക്കുവാണെങ്കിൽ ബെൻസീൻ. ബെൻസീൻ സ്ട്രക്ചർ ഇത്. ഓക്കെ അല്ലേ. ഇതിന്റെ ഒത്തോട്ട് എന്ത് ആഡ് ചെയ്യുന്നു? Cl2 ആഡ് ചെയ്യുന്നു. ആരുടെ പ്രസൻസിൽ? അൺഹൈഡ്രസ് AlCl3യുടെ പ്രസൻസിൽ. അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡിന്റെ പ്രസൻസിൽ. അപ്പൊ എന്തോ നടക്കുന്നത്? അപ്പൊ നമുക്കറിയാം ഫ്രിഡിൽ ക്രാഫ്റ്റ് എന്താണ്? ആൽക്കലി ഈ Cl വന്ന് എന്ത് ചെയ്യും? ഈ ബെൻസീൻ വന്ന് അറ്റാക്ക് ചെയ്യും. അപ്പൊ ബെൻസീൻ അതിന്റെ മണ്ടിൽ എന്ത് വരും? ക്ലോറിൻ വരും. പിന്നെ എന്ത് ഫോം ചെയ്യും? ബാലൻസ് ആയിട്ട് റിമൈനിങ് പ്രൊഡക്റ്റ് ആയിട്ട് ഇവിടുത്തെ ഒരു H ബാക്കിയുള്ള ClHCl ഫോം ചെയ്യും. ഓക്കെ അല്ലേ. ഇനി ഇതിന്റെ പേര് പറ. ഇതെന്തുവാണ്? ക്ലോറോബെൻസീൻ അല്ലേ. ഇതെന്താ മക്കളെ? ക്ലോറോബെൻസീൻ ആണ്. അപ്പൊ ആൻസർ ചെയ്ത് വരും. ഏതാണ് നമുക്ക് ക്ലോറോബെൻസീൻ സിന്തസിസ് ചെയ്യാൻ പറ്റുന്ന സ്യൂട്ടബിൾ മെത്തേഡ്? 1 തന്നെ അല്ലേ. ബെൻസീനിലോട്ട് അൺഹൈഡ്രേസ് അലൂമിനിയം ക്ലോറൈഡിന്റെ പ്രസൻസിൽ ആരെ കടത്തി വിട്ടാൽ മതി? ക്ലോറിനെ കടത്തി വിട്ടാൽ മതി. നമുക്ക് എന്ത് കിട്ടാം? ക്ലോറോബെൻസീൻ കിട്ടും. അപ്പൊ ആൻസർ ചെയ്താ ഓപ്ഷൻ എ is the right answer. Next question. Question number 7. The compound that will undergo SN1 reaction with the fastest rate is. അതായത് ഇതിന്റെ 4 ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷനില് ഇതിൽ ഏത് ഓപ്ഷനിലാണ് SN1 റിയാക്ഷൻ ഫാസ്റ്റസ്റ്റ് ആയിട്ട് നടക്കുന്നതെന്നാ ക്വസ്റ്റ്യൻ. SN1 റിയാക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നേ? SN1 റിയാക്ഷൻ എങ്ങനെ ഇൻക്രീസ് ചെയ്യും പറഞ്ഞേ? ഇൻക്രീസസ് വിത്ത് എങ്ങനെ ഇൻക്രീസ് ചെയ്യും? കാർബോകാറ്റോണിന്റെ സ്റ്റെബിലിറ്റി കൂടുതലാണെങ്കിൽ SN1 റിയാക്ഷനും എന്ത് ചെയ്യും? കൂടും. അപ്പൊ ഇൻക്രീസസ് വിത്ത് സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റോൺ. ഫോം ചെയ്യുന്ന കാർബോകാറ്റോണിന്റെ സ്റ്റെബിലിറ്റി കൂടുതലാണെങ്കിൽ SN1 റിയാക്ഷൻ എന്ത് ചെയ്യും? പെട്ടെന്ന് നടക്കും. ഈ ഒരു പോയിന്റ് എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ അല്ലേ. ഓക്കെ, ഇത് അറിഞ്ഞിരിക്കണേ. ഇനി നമുക്ക് ഇവിടെ പറയാം. ഇവിടെ ഫസ്റ്റ് ഇതിലെ ഏത് കാർബോകാറ്റോണാ ഫോം ചെയ്യുന്നത്? ഇവിടെ ഫസ്റ്റ് ഫോം ചെയ്യുന്നത് ഏതായിരിക്കും? ഇങ്ങനെ ഇവിടെ ഒരു പ്ലസ്, ഈ ഒരു കാർബോകാറ്റോൺ ആയിരിക്കും ഫോം ചെയ്യുന്നത് അല്ലെ. സെക്കൻഡ് ഇത് എയുടേത്. ബിയുടേത് എങ്ങനെ ഫോം ചെയ്യും? ബി ആവുമ്പോ
ഇവിടെ പ്ലസ് വരും. സിയിൽ എങ്ങനെ ഫോം ചെയ്യും? സിയിലാകുമ്പോ ബെൻസ് വരും, BR പോയി ഇവിടെ എന്ത് വരും? പോസിറ്റീവ്. ഇത് ഫിനൈൽ കാർബോകാറ്റോൺ. ഡി ആവുമ്പോഴോ ഇവിടുന്ന് പോവും അല്ലെ, CH3 ഇവിടെ എന്ത് വരും? ഇവിടെ ഒരു പോസിറ്റീവ്. ഓക്കെ അല്ലേ? ഇങ്ങനല്ലേ ഫോം ചെയ്യുന്നത്? അതെ. ഇനി പറ, ഇതിന്റെ അകത്ത് ഏത് കാർബോകാറ്റോണാ കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ളത്? നമുക്കറിയാം ഇതിന്റെ അകത്ത് ഡി കാർബോകാറ്റോണാ കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ളത്. കാരണം ഡി എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ബെൻസൈൽ കാർബോകാറ്റോൺ അല്ലെ. ബെൻസൈൽ കാർബോകാറ്റോൺ ആയിരിക്കും ഫിനൈലിനേക്കാളും ഒക്കെ എന്താ മോർ സ്റ്റേബിൾ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? ഡ്യൂ ടു റെസൊണൻസ്. ഡ്യൂ ടു റെസൊണൻസ്. റെസൊണൻസിൽ സ്റ്റേബിൾ ആവും ബെൻസൈൽ കാർബോകാറ്റോൺ. അപ്പൊ ആൻസർ ഏത് വരും? ഇതാണ്, ഡി ആണ് മോർ സ്റ്റേബിൾ വരുന്നെങ്കിൽ ഡി ആയിരിക്കും എന്ത്? ഫാസ്റ്റസ്റ്റ് റേറ്റിൽ SN1 റിയാക്ഷൻ തരുന്നത്. അപ്പൊ ആൻസർ ഏതാ? ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 8. മേജർ പ്രൊഡക്ട്സ് എ ആൻഡ് ബി ഫോംഡ് ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ സീക്വൻസ് ആർ. ഇതിന്റെ അകത്ത് എയും ബിയും എന്താന്ന് കണ്ടുപിടിക്കണം. നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് ആദ്യം വരയ്ക്കാം. ആദ്യം തന്നിട്ടുള്ള കോമ്പൗണ്ടിനെ വരയ്ക്കാം. ഇവിടെ OH, ഇവിടെ CH3. എന്തിൽ ട്രീറ്റ് ചെയ്യുന്നു? PBr3 കൊണ്ട് ട്രീറ്റ് ചെയ്യുന്നു. PBr3 കൊണ്ട് ട്രീറ്റ് ചെയ്ത എന്ത് സംഭവിക്കും? OH മാറിയിട്ട് അവിടെ എന്ത് വരും? ബ്രോമിൻ വരും. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും കോമ്പൗണ്ട്? ഇവിടെ CH3, ഇവിടെ OH മാറിയിട്ട് ബ്രോമിൻ വന്നു. ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ട്. ഇത് ഏതാണ്? A ആണ്. ഇതാണ് A. ഇനി ഇത് എന്ത് ചെയ്യുക? ആൽക്കഹോളിക് KOH വെച്ച് ഹീറ്റ് ചെയ്യും. ആൽക്കഹോളിക് KOH കൊടുത്ത് ഹീറ്റ് ചെയ്തു. ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും പറഞ്ഞേ? ഒരു HBr എലിമിനേറ്റ് ചെയ്തു പോകും. അപ്പൊ ഇവിടുന്ന് ഈ BRഉം പോവും, ഇവിടുന്ന് ഒരു Hഉം പോവും അല്ലെ. അപ്പൊ ഡബിൾ ബോണ്ട് എങ്ങനെ ഫോം ചെയ്യും? നമുക്ക് ഇവിടുന്ന് ഒരു BR പോയി ഇവിടുന്ന് ഒരു H പോയി. അപ്പൊ ഇങ്ങനെ ഡബിൾ ബോണ്ട് വരും. ഇവിടെ എന്തുണ്ട്? CH3 ഉണ്ട്. ഇതല്ലേ ആൻസർ വരുന്നത്? ഇതായിരിക്കും എന്ത്? ബി എന്ന് പറയുന്നത്. ഇനി എയും ബിയും കണ്ടുപിടിക്കാമല്ലോ. എ ഏത് വരും? ബി ഏത് വരും? പറഞ്ഞേ. ഓപ്ഷൻ എ ആയിരിക്കും റൈറ്റ് ആൻസർ. എയും ബിയും കറക്റ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത് ഓപ്ഷൻ എ അല്ലേ. ഇത് തെറ്റാ, ഇവിടെ വരുമ്പോൾ ഇത് തെറ്റാ, ഇതും തെറ്റാ. അപ്പൊ ഏതാ ആൻസർ? ഏതാ? ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 9. ഐഡന്റിഫൈ എക്സ് ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ. ഇതില് എന്താ? എക്സ് എന്ന് പറയുന്ന കോമ്പൗണ്ട് എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യണം. ആദ്യം തന്നിട്ടുള്ള കോമ്പൗണ്ടിനെ വരയ്ക്കാം. ഇവിടെ Cl, ഇവിടെ ബ്രോമിൻ. ഇനി എന്ത് ചെയ്യാം? Mg ആയിട്ട് ട്രീറ്റ് ചെയ്യാം. എന്തിലാ? ഇവിടെ ഡ്രൈ ഈതറിന്റെ പ്രസൻസിൽ. ഇതെന്താ? ഗ്രിഗ്നാർഡ് റിയേജന്റ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഫോം ചെയ്യുന്ന ഇന്റർമീഡിയറ്റ് എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞ? ഇന്റർമീഡിയറ്റ് എന്ന് പറയുമ്പോൾ എന്ത് ഫോം ചെയ്യും? ഈ സ്ട്രക്ചർ അതുപോലെ വരയ്ക്കാം. ഇവിടെ എന്തുണ്ട്? ഒരു ക്ലോറിൻ ഉണ്ട്. ഇവിടെ ഈ ബിആറിന്റെ കൂടെ എന്തും കൂടെ വരും? Mgയും കൂടെ വരും. അപ്പൊ എങ്ങനെ എഴുതാം? MgBr എന്ന് എഴുതാം. എഴുതാലോ. ഇതായിരിക്കും എന്ത്? ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഈ ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ടിൽ എന്ത് ട്രീറ്റ് ചെയ്യുക? D2O വെച്ച് ട്രീറ്റ് ചെയ്യാണ്. D2 എന്തായിട്ട് മാറും? ഡിയും OD ആയിട്ട് മാറും. ഇനി എന്തുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ? D2 ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ D2 എങ്ങനെ മാറും? ഇവിടെ DOD അല്ലേ. അപ്പൊ ആ ഒരു OD എന്ത് ഫോം ചെയ്യും? ഈ MgBrന്റെ കൂടെ ചേർന്ന് MgODBr ആദ്യം എന്ത് ചെയ്യും? പുറത്തു പോകും. MgODBr പുറത്തു പോകും. ബാക്കി ആരൊക്കെയുണ്ട്? ബാക്കി ഇവിടെ ഒരു ബെൻസീൻ ഉണ്ട്. ബെൻസീന്റെ കൂടെ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ കൂടെ ഒരു Cl ഉണ്ട്. ഇനി ഇവിടുന്ന് ഈ MgODBr പോലെ ബാക്കി ഒരു D ഉള്ളത് എന്ത് ചെയ്യും? ഇവിടെ വന്ന് ഫോം ചെയ്യും. അപ്പൊ ഇതായിരിക്കും എന്ത് കിട്ടുന്നത്? നമുക്ക് പ്രൊഡക്ട്സ് ആയിട്ട് കിട്ടുന്നത്. ഇതിന്റെ അകത്ത് ഇതിനെയാണ് X എന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ അകത്ത് X ഏതാന്നൊന്ന് പറഞ്ഞേ. കണ്ടോ, ഇത് 2023 ക്വസ്റ്റ്യൻ. ഈ എന്താ ഗ്രിഗ്നാർഡ് റിയേജന്റിന്റെ ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കാറുണ്ട്. ഇതല്ലെങ്കിൽ വേറൊന്ന്. അതുകൊണ്ട് ഇത് വെച്ചുള്ള റിയാക്ഷൻ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. ഇനി ഇവിടെ ആൻസർ ഏത് വരുമെന്ന് പറഞ്ഞ്? ഡിയും ക്ലോറിനും പിന്നെ എന്തുണ്ട്? ഒരു ബെൻസീൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആൻസർ ഏതാ? ഓപ്ഷൻ എ is the right answer. Okay അല്ലേ? Okay. Next question. Question number 10. The correct order for the rate of alpha beta dehydrohalogenation for the following compound is. തന്നിട്ടുള്ള കോമ്പൗണ്ട്സിന്റെ ഡീഹൈഡ്രോഹാലജിനേഷൻ നടക്കുമ്പോൾ ഉള്ള എന്താണ് റേറ്റ്? എങ്ങനെയായിരിക്കും അവിടെ റേറ്റ് എന്ന ക്വസ്റ്റ്യൻ. ഡീഹൈഡ്രോഹാലജിനേഷൻ നടക്കാനുള്ള റേറ്റ് ഓഫ് റിയാക്ഷൻ അല്ലെങ്കിൽ ആ റേറ്റിന്റെ ഓർഡർ എങ്ങനെയായിരിക്കും എന്ന ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? റേറ്റ് ഓഫ് ഡീഹൈഡ്രോഹാലജിനേഷൻ, അതായത് ആൽക്കൈൽ ഹാലൈഡ്സിന്റെ റേറ്റ് ഓഫ് ഡീഹൈഡ്രോഹാലജിനേഷൻ എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സ്റ്റെബിലിറ്റി ഓഫ് ദി ആൽക്കൈൻ ഫോംഡ്. അതായത് ഫോം ചെയ്യുന്ന ആൽക്കിന്റെ സ്റ്റെബിലിറ്റിക്ക് അനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്? റേറ്റ് ഓഫ് ഡീഹൈഡ്രോഹാലജിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എഴുതാം റേറ്റ് ഓഫ് dehydrohalogenation of the alkyl halides എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? of the alkyl halides depends on the
depends on the stability of the alkyne formed. Stability of the alkene formed. Form ചെയ്യുന്ന ആൽക്കീന്റെ സ്റ്റെബിലിറ്റിക്ക് അനുസരിച്ചിരിക്കും. Stability of the alkene formed. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ ഫോം ചെയ്യുന്ന ആൽക്കീനിൽ ഏറ്റവും മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള ആരോ അയാളായിരിക്കും എന്ത് റേറ്റ് ഓഫ് ഡീഹൈഡ്രോ ഹാലജനേഷൻ ഏറ്റവും കൂടുതലുള്ളത്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ അത് വെച്ച് എന്ത് ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റും. ഇവിടെ നോക്കി ഫസ്റ്റ് കേസിൽ ഫോം ചെയ്യുന്ന ഡീഹൈഡ്രോ ഹാലജനേഷൻ കഴിഞ്ഞ് ഫോം ചെയ്യുന്ന ആൽക്കീൻ എങ്ങനെയായിരിക്കും നമുക്ക് ഓരോന്നിന്റെയും വരയ്ക്കാം. ഫസ്റ്റ് ഇതിലാണെങ്കിൽ ഇതാണ് ഫസ്റ്റ് വരയ്ക്കാനുമാണ് സ്ട്രക്ചർ വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ വരും? ഇത് ഐഡിൻ, ഇവിടെ ഒരു ഡബിൾ ബോണ്ട്. ഇവിടെ ഡീഹൈഡ്രോ ഹാലജനേഷൻ ആണ്, ഇവിടുന്ന് ഒരു ഐഡിനും പോവും, ഇവിടുന്ന് ഒരു എന്ത് ചെയ്യും ബോണ്ടും. അപ്പൊ എങ്ങനെ വരും? ഇതിന്റെ ഡീഹൈഡ്രോ ഹാലജനേഷൻ കഴിഞ്ഞുള്ള പ്രൊഡക്റ്റ് എങ്ങനെയായിരിക്കും? 1 2 3 4. ഇവിടെ എന്തുണ്ട്? ഒരു ബോണ്ട് ഫോം ചെയ്യും. ഇവിടുന്ന് ഐഡിനും പോയി ഇവിടുന്ന് ഒരു എച്ചും പോയിട്ട് ബാക്കി എന്ത് ചെയ്യും? ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. ഇങ്ങനെ ആയിരിക്കും എന്ത് ഫസ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത്. സെക്കൻഡ് കേസിൽ ഡീഹൈഡ്രോ ഹാലജനേഷൻ നടന്നാൽ എങ്ങനെ ഇരിക്കും? ഇതാണ് സെക്കൻഡ് പ്രൊഡക്റ്റ്. ഇവിടെ ഒരു ഐഡിൻ ഉണ്ട്, ഇവിടെ ഡീഹൈഡ്രോ ഹാലജനേഷൻ നടന്നാൽ എന്ത് വരും? ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഈ ഒരു ഐഡിന് ഇതും പോയിട്ട് എങ്ങനെ വരും? ഇവിടെ ഡബിൾ ബോണ്ട് വരും. ഇത്രയല്ലേ ഉള്ളൂ. ഇനി തേർഡ് കേസിൽ ഡീഹൈഡ്രോ ഹാലജനേഷൻ നടന്നാലോ? തേർഡ് കേസിൽ സ്ട്രക്ചർ എങ്ങനെയാണ്? ഇവിടെ ഒരു ഐഡിൻ ഉണ്ട് അല്ലല്ലോ, ഇവിടെ ഒരു ഐഡിൻ ഉണ്ട്. ഇനി ഇത് ഡീഹൈഡ്രോ ഹാലജനേഷൻ നടന്നാൽ എങ്ങനെ വരും? ആദ്യം ഇവിടെ ഇത്രയും വരും, പിന്നെ ഈ ഐഡിനും ഇവിടെ തുരച്ചും കൂടെ പോയിട്ട് ഇവിടെ എന്ത് ചെയ്യും? ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. ഓക്കെ അല്ലേ? ഇങ്ങനെ ആയിരിക്കും എന്ത് പ്രൊഡക്ട്സ് വരുന്നത്. ഇതാണ് ഓരോന്നിന്റെയും ഡീഹൈഡ്രോ ഹാലജനേഷന്റെ പ്രൊഡക്റ്റ് വരുന്നത്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ കേസ് 1ൽ, അതായത് ഈ ഫസ്റ്റ് കേസിൽ ഫോം ചെയ്ത ആൽക്കിൻ എന്താ മോസ്റ്റ് സ്റ്റേബിൾ ആണ്. കാരണം എന്താടാ? ഇത് നമുക്ക് മനസ്സിലാവും ഇതിനെ കണ്ട. ഇത് എന്താണ്? ഒരു കോൺജുഗേറ്റഡ് ഡൈ ഇൻ എക്സാമ്പിൾ ആണ്. കോൺജുഗേറ്റഡ് ഡൈ ഇൻ എക്സാമ്പിൾ ആണ്. അപ്പൊ മോസ്റ്റ് സ്റ്റേബിൾ എന്ന് പറയുന്നത് ആരായിരിക്കും? 1 തന്നെ ആയിരിക്കും. 1 ഈസ് മോസ്റ്റ് സ്റ്റേബിൾ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലേ? പറ്റും. ഇനി സെക്കൻഡും തേർഡും നോക്കിയാൽ സെക്കൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ആൽക്കീൻ ആണ് അല്ലെ? പക്ഷെ തേർഡ് നോക്കുമ്പോൾ ഇതെന്ന് പറയുമ്പോൾ മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ അല്ലേ? ഇവിടെയും എന്തുണ്ട്? സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഇവിടെയും സബ്സ്റ്റിറ്റ്യൂട്ടഡ് കോമ്പൗണ്ട്സ് ഉണ്ട്. അപ്പം മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ ആണ് ഏത്? തേർഡ് എന്ന് പറയുന്നത്. 2നെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ അല്ലേ? അപ്പം 2നെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതെന്താണ്? കുറച്ചുകൂടെ സ്റ്റേബിൾ ആണ്. അപ്പൊ 1 കഴിഞ്ഞ് ആര് വരും? 3 വരും. 3 കഴിഞ്ഞിട്ട് ആര് വരുള്ളൂ? 2 വരുള്ളൂ. ഇതാണ് സ്റ്റെബിലിറ്റിയുടെ ഓർഡർ എന്ന് പറയുന്നത്. ഇതാണ് എന്ത്? സ്റ്റെബിലിറ്റിയുടെ ഓർഡർ. അപ്പം ഡീഹൈഡ്രോ ഹാലജനേഷന്റെ ഓർഡർ എങ്ങനെയായിരിക്കും? 1 ഈസ് ഗ്രേറ്റർ ദാൻ, 3 ഈസ് ഗ്രേറ്റർ ദാൻ 2. അപ്പൊ ആൻസർ ഏതാ? ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? ഓക്കെ. Question number 11. Which amongst the following reactions of alkyl halides produces isonitrile as a major product? തന്നിട്ടുള്ള 4 റിയാക്ഷനിൽ ഏത് റിയാക്ഷനിലാണ് എന്താ ഐസോനൈട്രൈൽ മേജർ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നതെന്ന് അല്ലെ? ഐസോനൈട്രൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽക്കൈൽ ഐസോസയനൈഡ് നമുക്ക് കിട്ടണം. ആൽക്കൈൽ ഐസോസയനൈഡ് കിട്ടണമെങ്കിൽ നമ്മൾ RX എന്ന് പറയുന്ന ഗ്രൂപ്പിനെ ആരുമായിട്ട് റിയാക്ട് ചെയ്യണോടാ? RX എന്ന് പറയുന്ന ഗ്രൂപ്പ് ആരുമായിട്ട് റിയാക്ട് ചെയ്യണം? സിൽവർ സയനൈഡ് ആയിട്ട് AgCN ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ആരെ കിട്ടുന്നത്? ആൽക്കൈൽ ഐസോസയനൈഡിനെ കിട്ടുന്നത്, RNCA കിട്ടുന്നത്. അതിനെ വിളിച്ച പേരെന്താണ്? ആൽക്കൈൽ ഐസോസയനൈഡ്. ആൽക്കൈൽ ഐസോസയനൈഡ്. അല്ലെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കാം നമുക്ക്? അല്ലെങ്കിൽ നമുക്ക് അതിനെ ഐസോനൈട്രൈൽ എന്ന് വിളിക്കാം. ഐസോനൈട്രൈൽ എന്നും വിളിക്കാം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ആൻസർ ഏത് വരും പറഞ്ഞേ? ഓപ്ഷൻ ഏതായിരിക്കും? ഇവിടെ AgCN ഉള്ളത് B മാത്രമല്ലേ? അപ്പൊ B മാത്രമേ എന്ത് തരുള്ളൂ? ആൽക്കൈൽ ഐസോസയനൈഡ് അല്ലെങ്കിൽ ഐസോനൈട്രൈൽ തരുള്ളൂ. അപ്പൊ ആൻസർ ഏതാ? ഓപ്ഷൻ C, B only is the right answer. Next question. Question number 12. ഇത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് കൈറാലിറ്റി ഈസ്. ഈ തന്നിട്ടുള്ളതിൽ 4 ഓപ്ഷനില് കൈറാലിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ്. ഫസ്റ്റ് ഓപ്ഷൻ വായിച്ചോ. SN1 റിയാക്ഷൻ yields 1:1 mixture of both enantiomers. അത് കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. ഇത് product obtained by SN2 reaction of the haloalkane having chirality at the reactive site shows inversion of configuration. അതും കറക്റ്റ് ആണ്. അവർ എന്ത് ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ കാണിക്കാറുണ്ട്. Enantiomers are superimposable mirror images of each other. അത് കറക്റ്റ് ആണോ? അല്ല. Enantiomers എന്ന് പറയുന്നത് സൂപ്പർ ഇമ്പോസിബിൾ അല്ല. എന്താണ്? നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ് ആണ് ഓരോരുത്തർ അല്ലെ? ഈച്ച് അതർ. അവർ തമ്മിൽ നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ് ആണ്. ഓക്കെ അല്ലേ? എനൻഷ്യോമസ് എന്ന് പറയുമ്പോൾ അവരെന്ത് ചെയ്യും? ഐഡന്റിക്കൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആയിരിക്കും. അതായത് ഈ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒക്കെ അവർക്ക് ഐഡന്റിക്കൽ ആയിരിക്കും. അവരെന്തിൽ മാത്രം ഡിഫറൻസ് വരുന്നത്? അവരുടെ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റില് റൊട്ടേഷനിൽ മാത്രം അവർക്ക് എന്ത് വരുന്ന ഡിഫറൻസ്
വരുന്നത്. അപ്പൊ എനാൻഷ്യമറിൽ ഒരെണ്ണം ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണെങ്കിൽ മറ്റേത് എന്തായിരിക്കും? ലീവോ റൊട്ടേറ്ററി ആയിരിക്കും. അപ്പൊ അവർ എന്താവില്ല? സൂപ്പർ ഇമ്പോസിബിൾ ആവത്തില്ല, അവർ നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ് ആയിരിക്കും. അപ്പൊ ഇവിടെ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഏതാ? ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഇനി ഓപ്ഷൻ ഡി എന്താ? റേസ്മിക് മിസ്റ്റർ ഷോ സീറോ ഒപ്റ്റിക്കൽ റൊട്ടേഷൻ. അതും എന്താണ്? കറക്റ്റ് ആണ്. Question number 30. The major product formed in dehydrohalogenation reaction of 2-bromopentane is pent2ene. This product formation is based on 2-bromopentane എന്താണ്? ഡീഹൈഡ്രോഹാലജനേഷൻ നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന pent2ene ആണ്. അതിന്റെ ആ ഒരു പ്രൊഡക്റ്റ് ഫോർമേഷൻ ഏത് റൂളിനെ ബേസ് ചെയ്തിട്ടെന്നാണ്? അതായത് 2-bromopentane ആദ്യം നമുക്ക് വരയ്ക്കാം. 1 2 3 4 5. ഇതിൽ രണ്ടാമത്തേല് ബ്രോമിൻ. ഇതാ മക്കളെ 2-bromopentane. 2-bromopentane. ഓക്കെ അല്ലേ? ഓക്കെ. ഇതിന് എന്ത് നടക്കുന്നു? ഡീഹൈഡ്രോഹാലജനേഷൻ നടക്കുന്നു. എങ്ങനെയൊക്കെ പ്രൊഡക്റ്റ് ഫോം ചെയ്യും? ഇവിടുന്ന് ഒരു ബ്രോമിനും ഇവിടുന്ന് ഒരു എച്ച് പോയാൽ എങ്ങനെ വരും പ്രൊഡക്റ്റ്? പറഞ്ഞേ. അങ്ങനെ പോയാൽ, അതായത് 2 ആൽഫ ഇല്ല, ഇവിടുന്ന് പോവാം ഇവിടുന്ന് പോവാം. ഇവിടുന്ന് പോയ പ്രൊഡക്റ്റ് എങ്ങനെ വരും? ഇങ്ങനെ വരും അല്ലേ? അതെ. ഇനി സെക്കൻഡ് കേസിലാണെങ്കിലോ ഇവിടുന്ന് പോവാണ്, ഇവിടുന്ന് ബ്രോമിന് ഇവിടുന്ന് എച്ച് പോവാം. അപ്പൊ എങ്ങനെ വരും പ്രൊഡക്റ്റ്? ഇവിടെ ഡബിൾ ബോണ്ട് വരും. ഇങ്ങനെ ആയിരിക്കില്ലേ പ്രൊഡക്റ്റ് കിട്ടുന്നത്? അതെ. ഇപ്പൊ നമുക്ക് 2 പ്രൊഡക്റ്റ് കിട്ടി. ഇതിന്റെ അകത്ത് ഏതായിരിക്കും കൂടുതൽ സ്റ്റേബിൾ? ഇത് pent1ene, ഇത് pent2ene. ആരായിരിക്കും മോർ സ്റ്റേബിൾ? pent2ene ആയിരിക്കും. അതുപോലെ ഇതായിരിക്കും എന്താ? മേജർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. മേജർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഏതായിരിക്കും? pent2ene അല്ലെങ്കിൽ 2-pentene ആയിരിക്കും. ആയിരിക്കത്തില്ലേ? കാരണം എന്താ? നമ്മൾ ഇവിടെ ഒരു റൂള് പഠിക്കും. ഏതാണ് ആ റൂള്? പറഞ്ഞേ. സെയ്ഡ്സ് ഓഫ് റൂൾ. ഏത് റൂളാണ്? സെയ്ഡ്സ് ഓഫ് റൂൾ നമ്മൾ ഇവിടെ പറയുന്നുണ്ട്. സെയ്ഡ്സ് ഓഫ് റൂൾ അനുസരിച്ച് നമുക്ക് എന്ത് പറയാം? മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ ആയിരിക്കും എന്ത്? മേജർ പ്രൊഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുന്നതെന്ന് പറയും. ഇവിടെ നോക്കുമ്പോൾ ഇതല്ലേ മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ. അപ്പൊ ഇത് എന്തിന്റെ ബേസിലാണ് pent2ene ഫോം ചെയ്തതെന്ന് വെച്ചാൽ എന്ത് റൂളിന്റെ ബേസിലാണ്? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സെയ്ഡ്സ് ഓഫ് റൂൾ. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 40. Elimination reaction of 2-bromopentane to form pent2ene is. നമ്മളിപ്പോ പറഞ്ഞതാണ്. അതായത് 2-bromopentane pent2ene ഫോം ചെയ്യുന്ന എലിമിനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് ഇതിന്റെ അകത്ത് ഏതൊക്കെയാണ് വരുന്നത്? ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ ആണോ? ഫോളോ സെയ്ഡ്സ് ഓഫ് റൂൾ ആണോ? ഡീഹൈഡ്രോഹാലജനേഷൻ റിയാക്ഷൻ ആണോ? ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ ആണോ? ഇതിന്റെ അകത്ത് ഏതൊക്കെ വരും? അത് സെയ്ഡ്സ് ഓഫ് റൂൾ എന്ത് ചെയ്യും? ഒബേ ചെയ്യും. അതിപ്പോ നമ്മൾ കണ്ടുപിടിച്ചല്ലേ? അപ്പൊ ബി എന്തായാലും ഉണ്ട്. ഇനി അത് ഡീഹൈഡ്രോഹാലജനേഷൻ റിയാക്ഷൻ ആണ്. കാരണം ഒരു എച്ച് ഒരു ബി ആറും പോയിട്ടാണ് 2-bromopentane എന്താവുന്നത്? pent2ene ആവുന്നത്. അവിടെ എന്ത് നടക്കുന്നുണ്ട്? ഡീഹൈഡ്രോഹാലജനേഷൻ, അല്ലെങ്കിൽ നമുക്ക് പറയാം ഡീഹൈഡ്രോ ബ്രോമിനേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ നടക്കുന്നുണ്ടെന്ന് പറയാം. അതും ഓക്കെ അല്ലേ? ഓക്കെ. അവിടെ എന്താണ്? ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ ആണ്. അതും കറക്റ്റ് അല്ലേ? അതും കറക്റ്റ് ആണ്. അപ്പൊ ആൻസർ ഏത് വരും? എയും ബിയും സിയും എന്ത് നടക്കുന്നുണ്ട്? എലിമിനേഷൻ റിയാക്ഷനിൽ നടക്കുന്നുണ്ട്. അപ്പൊ ആൻസർ ഏതാ? ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 15. The hydrolysis reaction that takes place at the slowest rate among the following is. തന്നിട്ടുള്ള 4 ഓപ്ഷൻസിൽ ഇതിന്റെ ഏത് റിയാക്ഷൻ ആണ് സ്ലോവസ്റ്റ് റേറ്റിൽ നടക്കുന്നതെന്നാണ്. ഏത് ഹൈഡ്രോളിസിസ് റിയാക്ഷൻ ആണ് സ്ലോവസ്റ്റ് റേറ്റിൽ നടക്കുന്നത്? നമുക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു അറൈൽ ഹാലൈഡ് ആണ്. അറൈൽ ഹാലൈഡ്സ് എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയാടാ? ലെസ് റിയാക്റ്റീവ് ആണ്. ആരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ? ആൽക്കൈൽ ഹാലൈഡ്സ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അറൈൽ ഹാലൈഡ്സ് എപ്പോഴും എങ്ങനെയാണ്? ലെസ് റിയാക്റ്റീവ് ആണ്. അറൈൽ ഹാലൈഡ്സ് ആർ ലെസ് റിയാക്റ്റീവ്. ആരേക്കാളും ലെസ് റിയാക്റ്റീവ് ആസ് കമ്പയർഡ് ടു ആരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ? ആൽക്കൈൽ ഹാലൈഡ്സ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ആൽക്കൈൽ ഹാലൈഡ്സ്. ഓക്കെ അല്ലേ? കാരണം എന്താ? അറൈൽ ഹാലൈഡ്സിലെ ഹാലജൻ ആറ്റം എന്ത് ചെയ്യാണ്? ഫേംലി അറ്റാച്ച്ഡ് ആണ്. അത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നമുക്ക് ഒരു ന്യൂക്ലിയോഫൈൽ കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇപ്പൊ ഇവിടെ എടുക്കുകയാണെങ്കിൽ ഈ ക്ലോറിനിലുള്ള ഇലക്ട്രോൺ പെയർ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ഇതിലെ പൈ ഇലക്ട്രോൺസ് ആയിട്ട്, ഈ ബെൻസീനിലെ പൈ ഇലക്ട്രോൺസും ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? കോൺജുഗേഷനിൽ വരും. കോൺജുഗേഷനിൽ വന്നിട്ട് ഇവിടുത്തെ ഈ CCl ബോണ്ട് ഉണ്ടല്ലോ, അത് എന്ത് ചെയ്യും? ഒരു പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ എന്ത് ചെയ്യും? അക്യൂർ ചെയ്യും. അങ്ങനെ അക്യൂർ ചെയ്തൊരു പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടറിൽ ഇരിക്കുന്ന ഇതിനെ എനിക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അത് ഭയങ്കര എന്തായിരിക്കും? ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് തന്നെ സ്ലോവസ്റ്റ് റേറ്റിൽ നടക്കുന്ന ഇതിന്റെ അകത്ത് ഏതാന്ന് വെച്ചാൽ ഏതാ നമുക്ക് പറയാം? ഓപ്ഷൻ എ ആയിരിക്കും റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 16. The compound A on treatment with the sodium gives B and with the PCl5 gives C. B and C react together to give diethyl ether. Then A, B and C are in the order. നമുക്ക് എയും ബിയും സിയും കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ? ഇവിടെ തന്നിട്ടുള്ളിൽ എക്ക് കൂടുതലായിട്ട് തന്നിട്ടുള്ള C2H5OH. അപ്പൊ നമുക്ക് A C2H5OH ആയിട്ട് എടുക്കാം. ബാക്കി എല്ലാ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവോ നോക്കാം.
C2H5OH ആണ് A എങ്കിൽ ആദ്യം അവരെന്താ പറഞ്ഞത്, A ഈ സോഡിയം ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, B കിട്ടുമെന്നാ പറഞ്ഞത്. അപ്പൊ നമുക്ക് സോഡിയം ആയിട്ട് ട്രീറ്റ് ചെയ്യാം. സോഡിയം ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ഇത് എന്തോ കിട്ടുന്നത്, C2H5O - N അല്ലെങ്കിൽ ON എന്ന് എഴുതാം. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ B. ഇവിടെ A കഴിഞ്ഞാൽ B ഇത് തന്നെയാണോ വരുന്നത് നോക്കി, ഏതെങ്കിലും ഉള്ളതില് Dയിൽ C2H5OH പിന്നെ C2H5ON തന്നെ വരുന്നത്. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്, A തന്നെ PCl5 ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് Cl കിട്ടുമെന്ന്. അപ്പൊ നമുക്ക് അതിനെ PCl5 ആയിട്ട് ട്രീറ്റ് ചെയ്ത് നോക്കാം. PCl5 അപ്പൊ എനിക്ക് എന്തോ കിട്ടുന്നത്, OH മാറി Cl വരും. C2H5OH C2H5 എന്തെന്ന് വരുവാടാ, Cl എന്ന് വരും. ഇതാണ് അവർ പറഞ്ഞിട്ടുള്ള C എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് Aയും Bയും Cയും കിട്ടി. ഇനി ഇത് തന്നെയാണോ എന്ന് അറിയാൻ നമുക്ക് ഒരെണ്ണം കൂടെ തന്നിട്ടുണ്ട്. B and C react together to give diethyl ether. B Cയും കൂടെ റിയാക്ട് ചെയ്താൽ നമുക്ക് diethyl ether കിട്ടുമെന്നൂടെ നോക്കാം. C2H5ON അതല്ലേ B പ്ലസ് C എന്തുവാ, C2H5Cl. രണ്ടും കൂടെ റിയാക്ട് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും, ഒരു NaCl പോയിട്ട് C2H5O C2H5 എന്ന് കിട്ടും. ഇതെന്തുവാടാ, ഇതെന്തുവാണ്, ഇതൊരു ഡൈഇഥൈൽ ഈഥർ ആണ്. ഡൈഇഥൈൽ ഈഥർ ആണ് അല്ലേ? ഇത് എനിക്ക് എന്തുവാണ്, ഇപ്പൊ ഡൈഇഥൈൽ ഈഥറും കിട്ടി. ഇനി പറ, അപ്പൊ Aയും Bയും C എന്തുവാ, A എന്ന് പറയുന്നത് C2H5OH, B എന്ന് പറയുന്നത് എന്താണ്, C2H5ON, C എന്ന് പറയുന്നത് എന്താണ്, C2H5Cl ആണ്. അപ്പൊ ആൻസർ ഏത് വരും, ഓപ്ഷൻ ഏതാ, D is the right answer. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 70. ഇത് കോമ്പൗണ്ട് C7H8 undergoes the following reaction. C7H8 എന്ത് ചെയ്യുന്നു, ഈ റിയാക്ഷൻ എല്ലാം നടന്നിട്ട് C കിട്ടും. നമുക്ക് C ആണ് കണ്ടുപിടിക്കുന്നത്. C7H8 എന്ന് പറഞ്ഞാൽ അത് എന്താണ്, അത് എന്തിന്റെ മോളിക്കുലർ ഫോർമുലയാ, ടൊളുവിന്റെ മോളിക്കുലർ ഫോർമുലയാണ്. അപ്പൊ നമുക്ക് ആദ്യം ടൊളുവിനെ വരയ്ക്കാം. ടൊളുവിൻ എന്ന് പറഞ്ഞാൽ എന്താ, ബെൻസീന്റെ കൂടെ ഒരു CH3 കൂടെ വരും. ഇത് ബെൻസീന്റെ കൂടെ ഒരു CH3, ഇതാണ് എന്ത്, ടൊളുവിൻ. ഇതിന്റെ ഫോർമുല എന്ത് മക്കളെ, C7H8. C7H8 ഓക്കെ അല്ലേ? ഇത് എന്ത് ചെയ്യുന്നു, ഇത് 3 ക്ലോറിനിൽ 3 ക്ലോറിൻ ആഡ് ചെയ്യുന്നു, പ്ലസ് എന്ത് ചെയ്യുന്നു, ഹീറ്റിന്റെ പ്രസൻസിൽ. അപ്പൊ ഇവിടെ എന്ത് നടക്കുമെന്നോ, ഈ CH3 3 H പോയിട്ട് എന്ത് വരും, Cl വരും. അപ്പൊ എനിക്ക് എങ്ങനെ കിട്ടും, CCl3 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ A. ഓക്കെ അല്ലേ? ഓക്കെ, ഇതിനെ ഇനി എന്ത് ചെയ്യാ, Br2 ട്രീറ്റ് ചെയ്യാണ്, ബ്രോമിൻ ബാർ Fe. അപ്പൊ എന്ത് നടക്കും പറഞ്ഞേ, അപ്പൊ എനിക്ക് ഇവിടെ എന്ത് ചെയ്യും, ബ്രോമിൻ അഡിഷൻ നടക്കും. ഏത് പൊസിഷനില്, മെറ്റാ പൊസിഷനിൽ വന്ന് ബ്രോമിൻ ആഡ് ചെയ്യും. അപ്പൊ എങ്ങനെ എഴുതാം, എനിക്ക് ഇവിടെ CCl3, ഇവിടെ എന്ത് വരും, ബ്രോമിൻ വന്ന് അറ്റാക്ക് ചെയ്യും. ഓക്കെ അല്ലേ? ഇതാണ് എന്ത്, B എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ഇനി എന്തോ ചെയ്യുന്നേ, ഇനി സിങ്കും HCl, സിങ്ക് ഇൻ ദ പ്രസൻസ് ഓഫ് HCl. അപ്പൊ എന്ത് നടക്കും പറഞ്ഞേ, അപ്പോ ഈ എന്താ Cl3 എല്ലാം എന്തായിട്ട് മാറും, H3 ആയിട്ട് മാറും. CCl3 എന്തായിട്ട് മാറും, CH3 ആയിട്ട് മാറും. അപ്പൊ എങ്ങനെ വരും ഇവിടെ റിയാക്ഷൻ, ഇവിടെ വന്നിട്ട് പ്രൊഡക്റ്റ് എന്ത്, ഈ H എല്ലാം മാറി C എല്ലാം മാറി, Cl മാറി എന്ത് വരും, CH3, ഇവിടെ എന്ത് വരും, ബ്രോമിൻ. ഇതായിരിക്കും എന്ത്, നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഫൈനൽ പ്രൊഡക്റ്റ് എന്താണ്, C. അപ്പൊ ഇതായിരിക്കും നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ്. ഇനി ഈ പ്രൊഡക്റ്റിന്റെ പേര് പറയാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ പറയും, ഇത് ഓർത്തോ, ഇത് മെറ്റ. അപ്പൊ മെറ്റയില് ബ്രോമിൻ, അപ്പൊ മെറ്റാ ബ്രോമോ എന്തെന്ന് പറയാം, ഇതെന്തുവാണ്, ടൊളുവിൻ അല്ലേ, മെറ്റാ ബ്രോമോ ടൊളുവിൻ എന്ന് പറയാം, മെറ്റാ ബ്രോമോ ടൊളുവിൻ. അപ്പൊ ആൻസർ ഏതാണ്, ഓപ്ഷൻ A is the right answer. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 18. Identify A and predict the type of reaction. തന്നിട്ടുള്ള റിയാക്ഷൻ എന്ത് ചെയ്യണം, ഏതാണെന്നും കണ്ടുപിടിക്കണം, ഏത് ടൈപ്പ് റിയാക്ഷൻ ആണെന്നും കണ്ടുപിടിക്കണം. A എന്ത് ചെയ്യണം, പ്രൊഡക്റ്റിനെ ഐഡന്റിഫൈയും ചെയ്യണം. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, റിയാക്ഷൻ എഴുതാം. ഇവിടെ ഒരു ബോണ്ട് ഉണ്ട്, ഇവിടെ ഒരു ബോണ്ട് ഉണ്ട്, ഇവിടെ ഒരു ബോണ്ട് ഉണ്ട്. ഇവിടെ എന്താണ്, OCH3, ഇവിടെ എന്താ, ബ്രോമിൻ. ഇതിനെ എന്തുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്, NaNH2 ആയിട്ട് ട്രീറ്റ് ചെയ്യാം. NaNH2 ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ എന്ത് നടക്കും, ഇവിടെ പറഞ്ഞ് NaNH2 ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ എന്ത് നടക്കും, NaNH2 ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ OCH3 അതുപോലെ തന്നെ കാണും. ബ്രോമിൻ പോയിട്ട് അവിടെ എന്ത് വരും, NH2 വരും. ബ്രോമിൻ പോയിട്ട് അവിടെ എന്ത് നടക്കും, NH2 ആഡ് ചെയ്യും. അപ്പൊ എനിക്ക് എന്തോ കിട്ടുന്ന, ഇത് എന്തുവായിരുന്നു, മെറ്റാ ബ്രോമോ അനിസോൾ ആയിരുന്നു. അത് എന്ത് തരും, മെറ്റാ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു അനിലിനെ തരും അല്ലെ. മെറ്റയിൽ എന്ത് വരും, അനിലിൻ വരും. അപ്പൊ ഈ റിയാക്ഷൻ എന്താണ്, ഇവിടെ എന്താ നടന്നത്, ഇവിടുത്തെ ഈ ബ്രോമിൻ പോയിട്ട് NH2 വരുമല്ലേ ചെയ്ത്. അപ്പൊ ഈ റിയാക്ഷൻ എന്ത് റിയാക്ഷൻ ആണ്, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. എന്ത് റിയാക്ഷൻ ആണ്,
സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. അപ്പൊ ആൻസർ ഏത് വരും പറഞ്ഞേ? ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. പ്രൊഡക്റ്റ് ഇത് വരും, അത് ഏത് ടൈപ്പ് ആണ്? സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 19. കൺസിഡർ ദ റിയാക്ഷൻ. തന്നിട്ടുള്ള റിയാക്ഷൻ കൺസിഡർ ചെയ്തിട്ട് ഈ റിയാക്ഷൻ എവിടെയാണ് ഫാസ്റ്റസ്റ്റ് ആയിട്ട് നടക്കുന്നതെന്നാണ് ചോദ്യം. അതായത് ഇതിന്റെ അകത്ത് ഏതിന്റെ പ്രസൻസിലാണ് ഈ റിയാക്ഷൻ ഫാസ്റ്റസ്റ്റ് ആവുന്നത്? നമുക്ക് റിയാക്ഷൻ കാണുമ്പോൾ മനസ്സിലാവും ഇത് എന്ത് മെക്കാനിസം ഫോളോ ചെയ്യുന്നത്? SN2 മെക്കാനിസം ആണ് ഫോളോ ചെയ്യുന്നത്. SN2 മെക്കാനിസം ഫോളോ ചെയ്യുന്നെങ്കിൽ അത് ഫേവർ ചെയ്യുന്നത് എങ്ങനത്തെ സോൾവെന്റുകളാണ്? പോളാർ എപ്രോട്ടിക് സോൾവെന്റുകളാണ്. പോളാർ എപ്രോട്ടിക് സോൾവെന്റുകളാണ് എന്ത് ഫേവർ ചെയ്യുന്നത്? നമ്മുടെ SN2 റിയാക്ഷൻ ഫേവർ ചെയ്യുന്നത്. തന്നിട്ടുള്ള ഓപ്ഷനിൽ ഒരു പോളാർ എപ്രോട്ടിക് സോൾവെന്റ് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഉണ്ടോടാ? ഉണ്ട്. ഏതാണ്? നമ്മുടെ N-N- ഡൈമീഥൈൽ ഫോർമാമൈഡ് അല്ലെങ്കിൽ DMF. ഇതെന്താണ്? ഒരു പോളാർ എപ്രോട്ടിക് സോൾവെന്റ് ആണ്. അപ്പൊ ഇതിൽ നടക്കുവാണെങ്കിൽ റിയാക്ഷൻ എന്താ? ഫാസ്റ്റസ്റ്റ് ആവും. അപ്പൊ ആൻസർ ഏതാ? ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 20. ക്വസ്റ്റ്യൻ നമ്പർ 20. എന്തോ ക്വസ്റ്റ്യൻ പറയുന്നത്? ഫോർ ദ ഫോളോയിങ് റിയാക്ഷൻ. തന്നിട്ടുള്ള റിയാക്ഷനുകളിൽ ഏത് സ്റ്റേറ്റ്മെന്റാ കറക്റ്റ് എന്ന് നോക്കണം. എയും ബിയും സിയും റിയാക്ഷൻ തന്നിട്ടുണ്ട്, അതിന്റെ അകത്ത് ഏതാണ് കറക്റ്റ് എന്ന് നോക്കണം. ഫസ്റ്റ് റിയാക്ഷൻ നോക്കിയാൽ CH3 CH2 CH2Br KOH ആഡ് ചെയ്യുന്നു. അപ്പൊ എന്ത് നടക്കുന്നു? CH3 CH ഡബിൾ ബോണ്ട് CH2 ആണ്, KBr ആണ്, H2 ആണ്. ഇവിടെ എന്താ നടന്നത്? ഇവിടെ ഒരു H ഉം Br എലിമിനേറ്റ് ചെയ്ത് പോയിട്ട് CH3 CH ഡബിൾ ബോണ്ട് CH2 ഒരു ആൽക്കീൻ ഫോം ചെയ്തല്ലേ? ഒരു ബ്രോമോ ആൽക്കീനെ ട്രീറ്റ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? ഒരു ആൽക്കീൻ കിട്ടി. എന്ന് പറയുമ്പോൾ ഇത് എന്താണ്? ഒരു സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് എന്തായിട്ട് മാറി? അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആയിട്ട് മാറി അല്ലേ? അപ്പൊ ഇത് ഏത് ടൈപ്പ് റിയാക്ഷൻ ആണ്? ഇതെന്ന് പറയുമ്പോൾ എലിമിനേഷൻ. ഇവിടെ എന്ത് ചെയ്തു? ഒരു HBr പോവല്ലേ? അപ്പൊ ഇത് ഏത് റിയാക്ഷൻ എക്സാമ്പിൾ ആടാ? എലിമിനേഷൻ റിയാക്ഷൻ എക്സാമ്പിൾ ആണ്. ഇത് ഏത് റിയാക്ഷൻ ആണ്? എലിമിനേഷൻ റിയാക്ഷൻ എക്സാമ്പിൾ ആണ്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി സെക്കൻഡ് റിയാക്ഷൻ നോക്കേ. സെക്കൻഡ് റിയാക്ഷൻ നോക്കുകയാണെങ്കിൽ CH3 CH3Br അവിടെ എന്ത് ചെയ്യുന്നു? ഒരു KOH ആഡ് ചെയ്യുന്നു. KOH ആഡ് ചെയ്യുമ്പോൾ ബ്രോമിൻ മാറിയിട്ട് അവിടെ എന്ത് വരുന്നു? OH വരുന്നു, പ്ലസ് KBr പോകുന്നു. അപ്പൊ ഇവിടെ എന്ത് നടന്നു? ബ്രോമിനെ റീപ്ലേസ് ചെയ്ത് അവിടെ എന്ത് ഫോം ചെയ്തു? OH ഗ്രൂപ്പ് വന്ന് അറ്റാച്ച് ചെയ്തു. അപ്പം ഒരെണ്ണം പോയി ഒരെണ്ണം വരുവാണെങ്കിൽ ഇത് ഏത് ടൈപ്പ് റിയാക്ഷൻ ആണ്? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് അല്ലേ? അപ്പൊ അത് നമുക്ക് കിട്ടി. ഇനി തേർഡ് റിയാക്ഷൻ നോക്കി. തേർഡ് റിയാക്ഷനില് ഒരു അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആയിരുന്നു അല്ലെ? ബെൻസീൻ അല്ലെങ്കിൽ ബെൻസീൻ അല്ല, നമുക്ക് എന്താ പറയാ? സൈക്ലോഹെക്സീൻ എന്നൊക്കെ പറയാം. അപ്പൊ ഒരു ഡബിൾ ബോണ്ട് അല്ലേ ഉള്ളൂ. അപ്പൊ സൈക്ലോഹെക്സ് 1 എന്ന് തന്നെ പറയാം. അപ്പൊ സൈക്ലോഹെക്സീനിലോട്ട് ഒരു അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ടിലോട്ട് എന്ത് ചെയ്യുന്നു? ഒരു ബ്രോമിൻ ആഡ് ചെയ്യുന്നു, Br2 ആഡ് ചെയ്യുന്നു. അപ്പൊ അത് എന്താവുന്നടാ? അത് സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആയിട്ട് മാറുന്നു. Br ആഡ് ചെയ്തപ്പോ അല്ലെ 2 ബ്രോമിനും വരുന്നു. അപ്പൊ ഇവിടെ എന്താ നടന്നത്? ഇവിടെ അഡിഷൻ അല്ലേ നടന്നത്? അപ്പൊ ഈ ടൈപ്പ് റിയാക്ഷൻ ഏതായിരിക്കും? അഡിഷൻ റിയാക്ഷൻ എക്സാമ്പിൾ ആയിരിക്കും. അഡിഷൻ റിയാക്ഷന് എക്സാമ്പിൾ ആയിരിക്കത്തില്ലേ? ഇനി പറ. A എന്ന് പറയുന്നത് എലിമിനേഷൻ, B ഏത് വരും? സബ്സ്റ്റിറ്റ്യൂഷൻ, C എന്ത് വരും? അഡിഷൻ റിയാക്ഷൻ എന്നും വരും. അപ്പൊ ആൻസർ ഏത് വരും? ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 21. Two possible stereo structures of CH3 CHCOH COH which are optically active are. ഇതിന്റെ എന്താ? ഈ ഒരു ഫോമുലയുടെ 2 സ്റ്റീരിയോ സ്ട്രക്ചേഴ്സ്, അവർ രണ്ടുപേരും എന്താണ്? ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ് എങ്കിൽ അവരെ വിളിച്ച പേര് എന്താന്നാ ക്വസ്റ്റ്യൻ. എന്തായിരുന്നു അവരെ വിളിച്ച പേര്? ഇനാൻഷ്യോമസ്. എന്തായിരുന്നു? ഇനാൻഷ്യോമസ്. ഒരാൾ ലീവ് ആണെങ്കിൽ ഒരാൾ എന്തായിരിക്കും? ഡെസ്ട്രോ ആയിരിക്കും. അവരെ വിളിച്ച പേരാണ് എന്താ? ഇനാൻഷ്യോമസ്. അവരുടെ സ്ട്രക്ചർ ഒന്ന് വരച്ചു നോക്കാം. ഇങ്ങനെ ആയിരിക്കും. ഫസ്റ്റ് സ്ട്രക്ചർ എങ്ങനെ വരും? COH, ഇങ്ങോട്ട് എന്തുണ്ട്? H, താഴോട്ട് CH3, മുകളിൽ എന്തുണ്ട്? COOH. ഇവരുടെ ഇനാൻഷ്യോമസ് എങ്ങനെ വരും? ഇനാൻഷ്യോമസ് വരയ്ക്കുമ്പോ എങ്ങനെ വരുവാടാ? പറഞ്ഞേ. ഇവിടെ HO വരും, പിന്നെ CH, മുകളിൽ എന്തുണ്ട്? COOH, താഴെ എന്തുണ്ട്? CH3. അപ്പൊ ഇങ്ങനെയുള്ള ഈ രണ്ടുപേരെ വിളിച്ച പേരെന്തായിരുന്നടാ? ഇനാൻഷ്യോമസ്. ഇനാൻഷ്യോമസ്. ഓക്കെ അല്ലേ? ആൻസർ ഏതാ? ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 22. ഗിവൺ. രണ്ട് കോമ്പൗണ്ട്സ് തന്നിട്ടുണ്ട് അല്ലെ? ഇതിന്റെ അകത്ത് 1 ഉം 2 എന്താന്നാ പറയണ്ടത്? നമ്മൾ നോക്കിയ ഈ ഒരു കോമ്പൗണ്ടിന്റെ ഈ പിറകിലുള്ള ഇതിനെ എന്ത് ചെയ്തു? ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്തപ്പോ കിട്ടിയതല്ലേ ഈ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടുപേരും എന്താടാ? കൺഫോമേഴ്സ് ആണ്. ഈ രണ്ടുപേരും എങ്ങനെയാണ്? കൺഫോമേഴ്സ് ആണ് അല്ലെ? 1 എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാഗേർഡും 2 എന്ന് പറയുന്നത് എന്താണ്? എക്ലിപ്സ്ഡ് കൺഫോമേഴ്സ് ആണ്. 1 സ്റ്റാഗേർഡ് കൺഫോമേഴ്സിൽ ഇതെന്താണ്? എക്ലിപ്സ്ഡ് കൺഫോമറിന് എക്സാമ്പിളും ആണ് അല്ലെ? അപ്പൊ ആൻസർ ചെയ്തു വരും. അവർ രണ്ടുപേരും എന്താണ്? ഒരു പെയർ ഓഫ് കൺഫോമേഴ്സ് ആണ്. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
Question number 23. Which of the following acids does not exhibit optical isomerism? തന്നിട്ടുള്ള ആസിഡ്സിൽ ഏതാണ് ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കാത്തതെന്ന? മലൈക് ആസിഡ് എടുത്താൽ അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് അറിയാവോ? സി ഡബിൾ ബോണ്ട് സി, ഇവിടെ ഒരു എച്ച്, ഇവിടെ ഒരു COOH. ഇവിടെ എന്തുണ്ട്? ഒരു COOH ഉണ്ട്, പിന്നെ ഇവിടെ എന്തുണ്ട്? ഒരു എച്ച് ഉണ്ട്. ഇവരെന്ത് കാണിക്കൂടാ? ഇവര് ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കും. ഇവരെന്ത് കാണിക്കും? ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കും. സിസും ട്രാൻസും ഒക്കെ കാണിക്കും. ജോമെട്രിക്കൽ ഐസോമറിസം എന്ത് ചെയ്യും? ഇവര് കാണിക്കും. പക്ഷെ ഇതിൽ കൈറൽ കാർബൺ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവരെന്ത് കാണിക്കത്തില്ല? ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കത്തില്ല. ഒപ്റ്റിക്കൽ ഐസോമറിസം എന്ത് ചെയ്യില്ല? ഇവര് കാണിക്കത്തില്ല. അപ്പൊ ആൻസർ ഏതായിരിക്കും ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കാത്തത്? ഓപ്ഷൻ എ ആയിരിക്കും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 24. Consider the reactions. രണ്ട് റിയാക്ഷൻ എന്ത് ചെയ്യണം? നമ്മൾ നോക്കണം. എന്നിട്ട് ഇതിന്റെ അകത്ത് കറക്റ്റ് ആയിട്ടുള്ളത് പറയണം. ഫസ്റ്റ് റിയാക്ഷൻ നോക്കുകയാണെങ്കിൽ CH3 ടോയ്സ് CH CH2Br C2H5OH ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ CH3 ടോയ്സ് CH CH2O C2H5 ഫോം ചെയ്തു. ഒരു ഈതർ ഫോം ചെയ്യുന്നു. രണ്ടാമത്തെ കേസിൽ എന്താണ്? ഒരു ഈതർ തന്നെ ഫോം ചെയ്യുന്നത്. ഇതിന്റെ രണ്ടിനെ മെക്കാനിസം എന്താണ്? SN1 ആണോ SN2 ആണോ എന്നാണ്. ഇത് ഈ ഒരു റിയാക്ഷൻ SN1 ആയിരുന്നെങ്കിൽ അവിടെ എന്ത് ഫോം ചെയ്തേനെ? ഒരു കാർബോകാറ്റോൺ ഫോം ചെയ്തേനെ അല്ലെ? എന്നിട്ട് എന്ത് നടന്നേനെ? റീ അറേഞ്ച്മെന്റ് ഒക്കെ നടന്നേനെ. SN1 മെക്കാനിസത്തിൽ അതല്ലേ? കാർബോകാറ്റോൺ ഫോം ചെയ്യും, എന്നിട്ട് അവിടെ ഒരു റീ അറേഞ്ച്മെന്റ് ഒക്കെ നടക്കും. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു റീ അറേഞ്ച്മെന്റോ അങ്ങനെ എന്തെങ്കിലും ഫോം ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇത് എന്തായിരിക്കുംടാ? ഈ രണ്ട് റിയാക്ഷൻസ് ആർക്ക് എക്സാമ്പിൾ ആയിരിക്കും? SN2 മെക്കാനിസത്തിന് എക്സാമ്പിൾ ആയിരിക്കും. അപ്പൊ ആൻസർ ഏത് വരും? ഓപ്ഷൻ സി, SN2 ആൻഡ് SN2 is the right answer. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 25. Which of the following compounds undergoes nucleophilic substitution reaction most easily? തന്നിട്ടുള്ള കോമ്പൗണ്ട്സിൽ ഏത് കോമ്പൗണ്ട് ആണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ മോസ്റ്റ് ഈസിലി ആയിട്ട് നമുക്ക് തരുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. നോക്കേ, ഇതിന്റെ അകത്ത് ആരായിരിക്കും തരുന്നത്? നമ്മുടെ എ ആയിരിക്കും തരുന്നത്. കാരണം എന്താടാ? നമ്മൾ 4 നോക്കുമ്പോൾ എയില് മാത്രം എന്തുള്ള ഒരു ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ് ഉള്ളത്. ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ് ആയിട്ടുള്ള N2 എവിടെ പ്രസന്റ് ആയിട്ടുണ്ട്? എയിലുണ്ട്. അത് എന്ത് ഫെസിലിറ്റേറ്റ് ചെയ്യും? അത് എന്ത് പ്രൊമോട്ട് ചെയ്യും? ഇറ്റ് പ്രൊമോട്ട്സ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ക്ലോറോബെൻസീനിൽ ഒരു ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ത് ചെയ്യും? പ്രൊമോട്ട് ചെയ്യും ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ്സിൽ. അപ്പൊ ആൻസർ ഏത് വരും? ഓപ്ഷൻ എ is the right answer. Next question. Question number 26. Which one is the most reactive towards SN1 reaction? SN1 റിയാക്ഷനിലൂടെ ഇതിന്റെ അകത്ത് ഏറ്റവും മോസ്റ്റ് റിയാക്റ്റീവ് ആരാന്ന ക്വസ്റ്റ്യൻ. SN റിയാക്ഷൻ നടക്കണമെങ്കിൽ അവിടെ ഫോം ചെയ്യുന്ന ഇന്റർമീഡിയറ്റ് ആയിട്ട് ഫോം ചെയ്യുന്ന കാർബോകാറ്റോൺ എന്തായിരിക്കണം? മോർ സ്റ്റേബിൾ ആണ്. മോർ സ്റ്റേബിൾ കാർബോകാറ്റോണിനെ ഫോം ചെയ്യുന്നെങ്കിൽ ആ റിയാക്ഷൻ എന്തായിരിക്കും? മോർ റിയാക്റ്റീവ് ആയിരിക്കും ടുവാർഡ്സ് SN1 അല്ലേ? ആയിരിക്കും. നമുക്കിവിടെ നോക്കുമ്പോൾ ഇതെല്ലാം കാർബോകാറ്റോൺസ് ഫോം ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ഓപ്ഷൻ സി എടുത്ത് നോക്കാം. സി എടുത്ത് നോക്കിയാൽ അവിടെ എങ്ങനെയാ സ്ട്രക്ചർ വരുന്നത്? C6H5C CH3 എന്തുണ്ട്? C6H5 പിന്നെ എന്തുണ്ട്? ബ്രോമിൻ ഉണ്ട്. ഇതല്ലേ ഇവിടുത്തെ കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഈ കോമ്പൗണ്ട് കാർബോകാറ്റോൺ എഴുതി എങ്ങനെ വരുവാടാ? C6H5 C പ്ലസ് ഇവിടെ എന്തുണ്ട്? C6H5 ബ്രോമിൻ പോയിട്ട് ഇവിടെ എന്തുണ്ട്? ഒരു CH3 ഉണ്ട് അല്ലേ? അതെ. ഇനി പറയാം, ഇതൊരു ടെർഷറി കാർബോകാറ്റോൺ ആണ്. അത് കൂടാതെ തന്നെ ഈ C6H5 ഈ C6H5 എന്ത് എഫക്ട് കാണിക്കും? പ്ലസ് ആർ റെസൊണൻസ് എഫക്ട് കാണിക്കും. ഈ CH3 എന്ത് എഫക്ട് കാണിക്കും? പ്ലസ് ഐ എഫക്ട് കാണിക്കും. അപ്പൊ ഈ C6H5ന്റെ പ്ലസ് ആറും CH3യുടെ പ്ലസ് ഐ എഫക്റ്റും കൂടെ ഈ ഒരു പ്ലസിന്റെ ഈ ഒരു പോസിറ്റീവ് എന്ത് ചെയ്യും? ഡിമിനിഷ് ചെയ്യും അല്ലെ? ആ ഒരു പോസിറ്റീവ് ചാർജിനെ ഡിമിനിഷ് ചെയ്തിട്ട് ഈ കോമ്പൗണ്ടിനെ എന്താക്കൂടാ? മോർ സ്റ്റേബിൾ ആക്കും. ഈ കോമ്പൗണ്ടിനെ എന്താക്കും? മോർ സ്റ്റേബിൾ ആക്കും. ഈ ഒരു കാർബോകാറ്റോണിനെ മോർ സ്റ്റേബിൾ ആക്കും. അങ്ങനെ ഈ കാർബോകാറ്റോൺ മോർ സ്റ്റേബിൾ ആയ ഇതായിരിക്കും എന്ത്? SN1 റിയാക്ഷനിലോട്ട് കൂടുതൽ റിയാക്റ്റീവ് ആവുന്ന അല്ലെ? അപ്പൊ ആൻസർ ഏത് വരും ഇവിടെ? ഓപ്ഷൻ സി is the right answer. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 27. In the correct order of increasing reactivity of CX bond towards nucleophile in the following compound is. അതായത് ഈ തന്നിട്ടുള്ളതില് കറക്റ്റ് ഓർഡർ ഓഫ് ഇൻക്രീസിങ് CX ബോണ്ടിന്റെ റിയാക്ടിവിറ്റിയുടെ കറക്റ്റ് ഓർഡർ ഇൻക്രീസിങ് എങ്ങനെയാണെന്നാ? എന്തിലോട്ട്? ന്യൂക്ലിയോഫിലിക് റിയാക്ഷനിലോട്ട്. ഓക്കെ അല്ലേ? റിയാക്ടിവിറ്റിയുടെ ഓർഡർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ഫോം ചെയ്യുന്ന കാർബോകാറ്റോണിന്റെ സ്റ്റെബിലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യും. അങ്ങനെ ആവുമ്പോൾ പറ, ഇതിന്റെ ഇത് എന്താണ് ഫോം ചെയ്യുന്നത്? ഇവിടെ ഒരു ഹാലജൻ പോയാൽ ഇത് ടെർഷറി ആയിരിക്കും. ഇവിടെ നിന്ന് ഒരു ഹാലജൻ പോയാൽ ഇത് സെക്കൻഡറി കാർബോകാറ്റോൺ ആയിരിക്കില്ലേ? ആയിരിക്കും. അപ്പൊ ടെർഷറിയും ഫോം ചെയ്തു, സെക്കൻഡറി ഉണ്ട്. ഇതിൽ ആരായിരിക്കും ഇവിടെ കൂടുതൽ സ്റ്റേബിൾ? നമുക്കറിയാം ടെർഷറി കാർബോകാറ്റോൺ ഈസ് മോർ സ്റ്റേബിൾ ദാൻ സെക്കൻഡറി കാർബോകാറ്റോൺ അല്ലേ? അതെ. അപ്പൊ ഇതിന്റെ അകത്ത്
ഏറ്റവും സ്റ്റെബിലിറ്റി ഉള്ളത് അല്ലെങ്കിൽ ഏറ്റവും റിയാക്ടിവിറ്റി ഏറ്റവും കൂടുതൽ ആർക്കായിരിക്കും? ടെർഷ്യറി കാർബോകാറ്റയോൺ ആയിരിക്കും. അപ്പൊ 3 ഈസ് മോസ്റ്റ് സ്റ്റേബിൾ എന്ന് പറയാം. 3 ഈസ് മോസ്റ്റ് സ്റ്റേബിൾ എന്ന് പറയാം. പിന്നെ ആരായിരിക്കും സ്റ്റേബിൾ വരുന്നത്? 4 ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ 3 ഗ്രേറ്റർ ദാൻ 4 എന്ന് വന്നു. അപ്പോഴേ നമുക്ക് ആൻസർ കിട്ടി ഏതാ? ഓപ്ഷൻ എ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് കിട്ടി. ഇനി നമുക്ക് ബാക്കി രണ്ടുപേരും കൂടെ ഉണ്ട്, 1ഉം 2. ഇതിന്റെ അകത്ത് 1 എടുക്കുവാണെങ്കിൽ അവിടെ എന്തുവാടാ? ഒരു CX ഗ്രൂപ്പ് അല്ലേ ഉള്ളത്? അതായത് ഇതൊരു അറൈൽ ഹാലൈഡ് അല്ലേ? ഈ അറൈൽ ഹാലൈഡിൽ ഈ സിയും ഇവിടുത്തെ ഈ സിയും എക്സും തമ്മിൽ എന്തുണ്ടാവും? ഒരു പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉണ്ടാവും. അത് എന്തിന് ബുദ്ധിമുട്ടാവും? ഈ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അപ്പൊ ഇതായിരിക്കും ഏറ്റവും റിയാക്ടിവിറ്റി കുറവുള്ളതെന്ന് നമുക്ക് പറയാം. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി സെക്കൻഡ് കേസ് എടുത്താൽ ഇവിടെ എന്തുണ്ട്? ഒരു CX ബോണ്ട് ഉണ്ട്. പക്ഷെ അവിടെ ആരുടെ ഉണ്ട്? ഇവിടെ രണ്ട് NO2 ഗ്രൂപ്പ് കൂടെ ഇല്ലേ? NO2 ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്ത് ഗ്രൂപ്പാണ്? ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ്സ് ആണ്. ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ്സ് അല്ലേ NO2 ഗ്രൂപ്പ്? അപ്പൊ അങ്ങനത്തെ NO2 ഗ്രൂപ്പ് പ്രസന്റ് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഈ CX ബോണ്ട് എന്ത് ചെയ്യൂടാ? വീക്ക് ആവും അല്ലേ? ഇത് എന്താവും? NO2 ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് ഈ CX ബോണ്ട് എന്താവും? വീക്ക് ആവും, ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട്. അങ്ങനെ വീക്ക് ആവുമ്പോൾ ഇത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ എന്ത് ചെയ്യും? പങ്കെടുക്കും. അപ്പൊ നമുക്ക് എഴുതാം 3ഉം 4ഉം കഴിഞ്ഞാൽ പിന്നെ 1ഉം 2 എടുത്ത് ആരായിരിക്കും കൂടുതൽ ഒന്നും കൂടെ റിയാക്ഷനിൽ പങ്കെടുക്കുക? 2 ആയിരിക്കും അല്ലെ? 2 പിന്നെ ആര് വരുള്ളൂ? 1 വരുള്ളൂ. കാരണം അവിടെ എന്താണ്? അവിടെ ഡബിൾ ബോണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ട് CX ബോണ്ടിൽ. അത് എന്ത് ചെയ്യും? ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി പറയാം ഇവിടെ ഇപ്പൊ ആൻസർ ചെയ്ത് വരും. നമുക്ക് നോക്കാം. 3, 4, 2, 1. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 28. ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ, തന്നിട്ടുള്ള റിയാക്ഷൻ, ആ റിയാക്ഷന്റെ പ്രൊഡക്റ്റ് എക്സ് നമുക്ക് കണ്ടുപിടിക്കണം. നമുക്ക് C6H5CH2Br. അത് എന്തുമായിട്ട് റിയാക്ട് ചെയ്യുന്നു? മഗ്നീഷ്യവും ഈതറും. അപ്പൊ ആദ്യം എന്ത് കിട്ടും? C6H5CH2MgBr എന്ന് കിട്ടും. ഇത് നീ എന്തുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു? H3O+ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ എന്ത് വരും? ഇവിടെ വെച്ച് ബോണ്ട് എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്യും. OH ഇങ്ങോട്ടും വരും, H ഇങ്ങോട്ടും വരും അല്ലേ? അപ്പൊ ആൻസർ എന്ത് വരും? C6H5CH2 പിന്നെ ഒരു H കൂടെ വന്നു, CH3 എന്ന് വരും. ഇവിടെ എന്ത് വരും? MgOHBr. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ പ്രൊഡക്റ്റ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? C6H5CH3 ആയിരിക്കും. അപ്പൊ ആൻസർ ഏതാ? ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 29. Which of the following reaction is an example of nucleophilic substitution reaction? തന്നിട്ടുള്ള റിയാക്ഷനിൽ ഏതാണ് ഒരു ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എക്സാമ്പിൾ എന്ന് പറയാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? ഓക്കെ. സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾ പോയി ഒരാൾ വരണം. അപ്പൊ ഡി നോക്കിയേ, ഓപ്ഷൻ ഡി നോക്കിയേ മക്കളെ. RXKOH ആയിട്ട് റിയാക്ട് ചെയ്തു. ഇവിടെ എന്ത് നടന്നു? എക്സ് മാറിയിട്ട് അവിടെ എന്ത് വന്നിരുന്നു? OH വന്നിരുന്നു. എക്സ് ഇങ്ങോട്ടും പോയി. അപ്പൊ ഇവിടെ എന്താ നടക്കുന്നത്? OH എന്ന് പറയുന്ന ഒരു ന്യൂക്ലിയോഫൈലാ. ആ ന്യൂക്ലിയോഫൈലിന് എന്ത് സംഭവിച്ചു? സബ്സ്റ്റിറ്റ്യൂഷൻ സംഭവിച്ചു അല്ലെ? അപ്പം ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിൾ ആ? ഒരു ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന് എക്സാമ്പിൾ ആണ്. അപ്പൊ ആൻസർ ഏത് വരും? ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 30. How many stereoisomers does this molecule have? തന്നിട്ടുള്ള ആ ഒരു മോളിക്യൂളിന് എത്ര സ്റ്റീരിയോ ഐസോമർ ഉണ്ടെന്നാ ക്വസ്റ്റ്യൻ അല്ലേ? നമുക്ക് ഇതിനെ ഒന്ന് വരയ്ക്കാം. CH3, C, ഇങ്ങോട്ടൊരു H, ഡബിൾ ബോണ്ട് CH, ഇങ്ങോട്ട് എന്തുണ്ട്? CH2, C, CH3, HBr. ഇതല്ലേ ആ സ്ട്രക്ചർ? അതെ. ഇവിടെ ഈ കാർബൺ എന്ന് പറയുന്നത് എന്താണ്? കൈറൽ കാർബൺ ആണ് അല്ലേ? അപ്പൊ ഈ കൈറൽ കാർബണിൽ ഇവിടെ എന്ത് അടക്കും? ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് അടക്കും. എന്തടക്കം? ഒപ്റ്റിക്കൽ ഐസോമർ നടക്കുമല്ലോ. കൈറൽ കാർബൺ ഉണ്ട്, അവിടെ ഒപ്റ്റിക്കൽ ഐസോമേഴ്സും ഉണ്ടാവും. ഇവിടെ എന്തടക്കും? ഇവിടെ നോക്ക്, ഇതെന്താണ്? ജോമെട്രിക്കൽ ഐസോമർ കാണിക്കില്ലേ? സിസ് ട്രാൻസ് ഫോം ചെയ്യാൻ പറ്റത്തില്ല, ഇവിടെ കാണിക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു കോമ്പൗണ്ടിൽ എന്തൊക്കെ ഉണ്ടാവും? ബോത്ത് ജോമെട്രിക്കൽ ഐസോമറും ഉണ്ടാവും, ബോത്ത് ജോമെട്രിക്കൽ ഐസോമേഴ്സും നടക്കും. ജോമെട്രിക്കൽ ഐസോമേഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ? സിസും ട്രാൻസും. സിസ് ട്രാൻസ്, അതുപോലെ തന്നെ എന്തടക്കും? ഒപ്റ്റിക്കൽ ഐസോമേഴ്സും നടക്കും. ആൻഡ് ഒപ്റ്റിക്കൽ ഐസോമേഴ്സ്. ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് എങ്ങനെയാ പോസിബിൾ ആവുന്നത്? ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് കൈറൽ കാർബൺ. ഇനി ഇപ്പൊ നമുക്ക് ജോമെട്രിക്കൽ ഐസോമേഴ്സ് എത്ര കാണും? 2 കാണും. ഓക്കെ അല്ലേ? സിസ് ഫോമും ട്രാൻസ് ഫോമും. ഒപ്റ്റിക്കൽ ഐസോമർ എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കണ്ടേ?
നമ്പർ ഓഫ് ഒപ്റ്റിക്കൽ ഐസോമർ ഈസ് ഇക്വൽ ടു എന്തോ ഇക്വേഷൻ, നമ്പർ ഓഫ് ഒപ്റ്റിക്കൽ ഐസോമർ ഈസ് ഇക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, 2n എന്ന് എഴുതാം. 2n. n എന്ന് പറയുന്നത് എന്താണ്, നമ്പർ ഓഫ് അസിമെട്രിക് കാർബൺ. ഇവിടെ എത്ര അസിമെട്രിക് കാർബൺ ഉണ്ട്, ഒറ്റ കാർബണേ ഉള്ളൂ, ഒറ്റ കൈറൽ കാർബണേ ഉള്ളൂ. അപ്പൊ എങ്ങനെ എഴുതാം, 2 ഈസിക്കൽ ടു എത്ര കിട്ടും, 2 എന്ന് കിട്ടും. അപ്പൊ രണ്ട് ഒപ്റ്റിക്കൽ ഐസോമറും ഉണ്ട്, രണ്ട് ജോമെട്രിക്കൽ ഐസോമറും ഉണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ, ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റീരിയോ ഐസോമേഴ്സ്, ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റീരിയോ ഐസോമർ. സ്റ്റീരിയോ ഐസോമർ എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും, ഒപ്റ്റിക്കലും വരും ജോമെട്രിക്കലും വരും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 2 + 2 ഈസിക്കൽ ടു എത്ര കിട്ടും, 4 എന്ന് കിട്ടും. അപ്പൊ ആൻസർ ഏതാ, ഓപ്ഷൻ സി 4 is the right answer.